ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളൊരു 2 മന്ത് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ ഇന്ന് നമുക്ക് അപ്പോൾ ഒരു ജേണൽ ഫ്ലിപ്പ് ത്രൂ കാണാം കേട്ടോ. ഈ ഒരു ബുക്കിൽ ഞാൻ ജേണൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇടുമ്പോൾ ചോദിക്കലുണ്ട്, ഈ ഒരു ബുക്കിൽ ചെയ്തത് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരുമോന്ന്. സോ അങ്ങനെ ഈ ഒരു 2025 കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ കാണാം. പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയാലോ. നമ്മൾ ഇതിന് മുന്നേ ഒരു ജേണൽ സെറ്റ് ഉണ്ടാക്കണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി. അപ്പൊ ആ ഒരു ലോങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ പറ്റും കേട്ടോ. സോ നമുക്ക് ഈ ഒരു ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ ചെയ്തിട്ടുള്ളത്, നമ്മളൊരു ജേണൽ ബുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല പിൻട്രസ്റ്റി ലുക്കിലുള്ള ഒരു ജേണൽ സ്പ്രെഡ് ആട്ടോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ എങ്കിലും നിങ്ങളൊരു ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്തിട്ട് തുടങ്ങാം. സെക്കൻഡ് പേജിൽ ഞാൻ ഇതേപോലെ വിഷ് ലിസ്റ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിഷ് ലിസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പെന്നും പേപ്പറും വെച്ചിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. പക്ഷേ ജേണലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കയ്യിലുള്ള സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് ചെയ്യാട്ടോ. ആൻഡ് തേർഡ് പേജിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ചെറുപ്പത്തിലെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ ലൈൻസ് ഇട്ടിട്ട് ആ ഒരു പേപ്പർ കുറച്ചും കൂടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ടല്ലോ, അത് ഞാൻ ബ്രഷ് പെന്ന് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ മേടിച്ചതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ഈ ഒരു ഡോംസിൻ്റെ പേസ്റ്റൽ കളറിൽ വരുന്ന ബ്രഷ് പെന്ന്. നിങ്ങളിത് കണ്ണും പൂട്ടി മേടിച്ചോ, നിങ്ങൾക്ക് ജേണൽ ചെയ്യുമ്പോഴായിക്കോട്ടെ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്കെച്ച് ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ കളർ ചെയ്യാൻ എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള കളറാണ് ഈ ഒരു പേസ്റ്റൽ കളറ്. സോ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും മേടിച്ചോ, ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ 2 പേജിലും യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ തന്നെ പ്രിന്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിന്റെ മുന്നേ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കർ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ചെയ്തത് ദേ ഒരു ജൂലൈ മന്തിലുള്ള സ്പ്രെഡാണ്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും സെക്കൻഡ് ചെയ്തത് ഞാനൊരു ബ്രൗൺ തീമിലാണ് കേട്ടോ. നമ്മൾ ഈ ജേണൽ സെറ്റ് ഉണ്ടാക്കിയപ്പോൾ പ്രിന്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ജേണൽ ബുക്കിൽ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പ്രെഡാണ് ഈ ഒരു ബ്രൗൺ തീമിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ഒരു ഫേവറേറ്റ് കളറും കൂടെയാണ് ഈ ഒരു ബ്രൗൺ കളർ എന്ന് പറയുന്നത്. പിന്നെ ചെയ്തിട്ടുള്ളത് കവായ് തീമിലുള്ള ജേണൽ ഐഡിയ ആണ് കേട്ടോ. ഈ കവായ് സ്റ്റിക്കറൊക്കെ ട്രെൻഡിങ് ആയ ടൈമിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി കവായ് തീമിലുള്ള ജേർണലിംഗ് ചെയ്യുമോന്നൊക്കെ. സോ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഡയറി ടൈപ്പ് ജസ്റ്റ് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട്, പിന്നെ ഉള്ളത് ഇതേപോലെ നമ്മൾ നടുവിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ട് അതിലിങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വരുന്ന പേജ് നമ്മൾ ഗ്യാപ്പ് ആക്കിയിട്ട് അങ്ങനെ വിട്ടു കൊടുക്കണം. അതിൽ നമ്മൾ ഒരു സ്പ്രെഡും ചെയ്യാൻ പാടില്ല. അപ്പോളേ അതിന്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ മന്തിന്റെ തീമിലുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് പേജിൽ നിങ്ങൾ ലേസിൻ്റെത് കാണാം. അത് ലേസിന്റെ കവറൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ജങ്ക് ജേർണലിംഗ് പോലെ. ഞാൻ ആദ്യമായിട്ട് ഡാർക്ക് ഫാൻറ്റസിന്റെ ഒരു തീമിൽ ജേർണൽ ചെയ്തപ്പോൾ അന്ന് കുറെ റിക്വസ്റ്റ് വന്നിനി ലേസിന്റെ തീമിൽ, പിന്നെ ഡയറി മിൽക്ക്, അങ്ങനെ കുറെ കിറ്റ്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞാൻ 2-3 ഈ ഒരു ബുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ വേറെ ബുക്കിലും ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, റെയിനി തീമിൽ വരുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഒരു ആർട്ട് ജേണൽ പോലെയും ഈ ഒരു ഭാഗത്ത് കുറച്ച് കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ ചെയ്തിട്ട്. ഞാൻ റീസെന്റ് ആയിട്ട് ജേണൽ ഐഡിയാസ് ഒക്കെ തപ്പിയിട്ട് പിൻട്രസ്റ്റിൽ പോയപ്പോൾ ഈ ഒരു സ്പ്രെഡ് ഉണ്ടല്ലോ, അത് ആരോ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് അയാം റിഷിന്റെ ഒരു ഒഫീഷ്യൽ പിൻട്രസ്റ്റ് അക്കൗണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രല്ല, വേറെ ഞാൻ ചെയ്യുന്ന ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, അതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരത്ര കഷ്ടപ്പെടില്ലേ, എന്നാ പിന്നെ എനിക്കായിട്ടൊന്ന് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇനി അപ്ലോഡ് ഒക്കെ ചെയ്തിട്ട് വേണം. നെക്സ്റ്റ് വീണ്ടും ജങ്ക് ജേർണലിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ഡയറി മിൽക്കും പിന്നെ കിറ്റ്കാറ്റ് തീമിലുമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇനി ഡയറി മിൽക്കിന്റെ തീമിൽ ചെയ്യാനും പിന്നെ കിറ്റ്കാറ്റിന്റെ തീമിൽ ചെയ്യാനും. എനിക്ക് തോന്നുന്നു ഡയറി മിൽക്ക് തീമിൽ ചെയ്തതൊക്കെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, കിറ്റ്കാറ്റ് അത്ര കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ജങ്ക് ജേർണലിംഗ് എന്താണ്, എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തപ്പോൾ
അതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിന് ഒരു സ്പ്രെഡിന് ഇത് ഫുൾ നമ്മളെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളൊരു മെമ്മറി പോലെയൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾക്ക് ഇപ്പം ആരെങ്കിലും തന്ന മിഠായി കവറോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഈ ഒരു ജങ്ക് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിന് ഇത് ഇതേപോലെ നെക്സ്റ്റ് വരുന്ന സ്പ്രെഡും അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതിലൊട്ടിച്ചിട്ടുള്ള ഈ ഒരു ബില്ലൊക്കെ പക്കാ മങ്ങി പോയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഇതേപോലെ ജേർണൽ ചെയ്യാൻ ഒരു സപ്ലൈസ് ഇല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഒഴിവാക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇതേപോലെ പേജസ് ഒക്കെ അടിപൊളിയാക്കിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ വെറുതെ എന്തെങ്കിലും ഒട്ടിക്കണേക്കാട്ടി നല്ലത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. മീൻസ് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് ബുക്ക് തുറന്നു നോക്കുമ്പം നിങ്ങൾക്ക് അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അടുത്തത് വീണ്ടും ഒരു ജേർണലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പേജ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഇത് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്നാൽ ഇതേപോലെ കളർ പേപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്നാൽ കാണാൻ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ലോങ് വീഡിയോ ഇട്ട് അസ്തറ്റിക് പിൻട്രസ്റ്റി മോഡലിലുള്ള കുറച്ച് സ്പ്രെഡ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ആദ്യം ചെയ്തല്ലോ ഈ ഒരു ബുക്കിലുള്ള ഫസ്റ്റ് പേജ്, അതാണോ അതോ ഈ ഒരു ഐഡിയ ആണോ ഇഷ്ടമായതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇതൊരു ബർത്ത്ഡേ സ്പ്രെഡ് ആണ് കേട്ടോ. നമ്മളെ ബർത്ത്ഡേന്റെ അന്നൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഞാൻ ഈ ഒരു ബുക്കിൽ കുറേയൊക്കെ ഒരു പിൻട്രസ്റ്റി അസ്തറ്റിക് ലുക്കിലുള്ള സ്പ്രെഡുകളാണ് ചെയ്തിട്ടുള്ളത്. പിന്നാണെന്നുണ്ടെങ്കിൽ ഈ ബുക്കിൽ എൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ തന്നെ പ്രിന്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഇതിന്റെ മുന്നേ ജനറൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതേപോലെ പോളറോയിഡ് സ്റ്റിക്കർ ആക്കിയിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്നാണ്. പിന്നെ ഈ ഒരു സ്പ്രെഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷത്തെ എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വാഷി ടാപ്പ് ആട്ടോ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ഇതേപോലെ 10 രൂപക്കും 5 രൂപക്കും മേടിക്കുന്ന കവായ് സ്റ്റിക്കർ, പിന്നെ ആ ഒരു റൗണ്ടിൽ ഒട്ടിച്ചിട്ടുള്ള ആ പേപ്പറൊക്കെ എന്താന്ന് കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്. അപ്പൊ ഞാൻ ജേർണലിൽ യൂസ് ചെയ്യുന്ന സപ്ലൈസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ സൈഡിലോ താഴെക്കായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും അതേപോലത്തെ പ്രൊഡക്റ്റ് ഒക്കെ. പിന്നെ ചെയ്തിട്ടുള്ളത് ഗ്രീൻ തീമിൽ വന്നിട്ടുള്ള ഒരു ജേർണൽ സ്പ്രെഡ് ആണ് കേട്ടോ. അതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഡോംസിന്റെ ഈ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗ്രിഡ് ലൈൻ പോലെ വരച്ചു കൊടുത്തതാണ്. പിന്നെ എബൌട്ട് മീ ആണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടേനി. ഈ ഒരു സ്പ്രെഡും നമ്മൾ ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടേനി. ഒരു ഫ്യൂച്ചർ സെൽഫിനും വേണ്ടിയിട്ടുള്ള ലെറ്ററും പിന്നെ എൻ്റെ തന്നെ ഒരു ഫോട്ടോ എൻവലപ്പും കൂടി ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പ്രെഡ് ആണ് കേട്ടോ. ഈ ഒരു പേജ് ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ വേണം പിടിച്ചിട്ട് വായിക്കാന്. അപ്പൊ ഇതിൽ ഞാൻ സൈഡിലൊക്കെ വാഷി ടാപ്പ് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ. കയ്യിലുള്ള വാഷി ടാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കുറേ കളക്ഷൻ ഒക്കെ ഉള്ളവർക്ക് ഇതേപോലെ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് നമ്മളിങ്ങനെ ഫോറിനേഴ്സിന്റെ ജേർണലിംഗ് വീഡിയോസിലൊക്കെ ഞാൻ കാണലുണ്ട് ഇങ്ങനെ പേജ് കയറിയിട്ടുള്ള സംഭവം. അപ്പൊ അതേപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്നൊന്നും അറിയില്ല. സോ ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ ചെറിയൊരു കീറലൊക്കെ വെച്ചിട്ട് അതിന്റെ മേലെ ഒട്ടിച്ചിട്ടുള്ളത് പാറ്റേൺ പേപ്പർ ആണ്. സോ അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു ബുക്ക് എന്റെ ഫേവറേറ്റ് ആണ്. കുറെ ഞാൻ ഇതിന്റെ മുന്നൊക്കെ ചെയ്യാത്ത പല മോഡലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിനിയല്ലോ കവായ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. പിന്നെ ഇതില് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തല്ലോ, അതിന്റെ ഒരു വേറെ മോഡൽ പിങ്ക് തീമിൽ ചെയ്തതാണ്. ആ ഒരു പേജിൽ ട്രാൻസ്പെറന്റ് ഷീറ്റ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പേജ് ഇതേപോലെ ഗ്യാപ്പ് വിട്ടാലേ ആ പേജിന്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അതേ ജേർണൽ സപ്ലൈസ് യൂസ് ചെയ്തിട്ട് ഒരു ഷോർട്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി. സോ അതിനും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്പ്രെഡ് ആണ്. പിന്നെ ചെയ്തിട്ടുള്ളത് കാപ്പിബാര തീമിലുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ ഷോർട്സ് വീഡിയോ നമ്മൾ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇവിടെ കവായ് തീമിലുള്ളതാണ് ചെയ്തിട്ടുള്ളത്. കവായ് തീമിലുള്ളത് ഇപ്പോഴും കുറെ ആൾക്കാർ ചെയ്യുമോന്ന് ചോദിക്കലുണ്ട്. വീണ്ടും ഈ ഒരു പേജ് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഇതിൽ എനിക്കൊരു 25K സബ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്പ്രെഡ് പോലെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഴുതി വെച്ചതാണ് കേട്ടോ. എനിക്കൊരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു 25K ആവണത്. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ലല്ലോ. എന്റേത് ഭയങ്കര സ്ലോ ആയിനി ഗ്രോത്ത്. അപ്പൊ ഇപ്പോഴും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ്. ഇവിടെ ഞാനൊരു ബ്രൗൺ മൂഡിൽ ചെയ്തതാണ് കേട്ടോ. ഇതിലുള്ള ഈ ഒരു സ്റ്റിക്കറുകളൊക്കെ ഉണ്ടല്ലോ, ഈ സെന്ററത്തത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റിക്കറൊക്കെ പെൻപാലിന്റെ കൂടെ തന്നെ സെൻഡ് ചെയ്ത് തന്നതേനി.
ഈ ഒരു പേജ് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് മോഡൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് പേജാണ് ഇത്. പിന്നെ ഇവിടെ ഞാനൊരു ബ്ലൂ തീമിൽ ചെയ്തതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഷോർട്സ് ആയിട്ട് അധികം വോയിസ് ഒന്നും കൊടുക്കാതെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടേനി, അതിൽ ചെയ്തിട്ടുണ്ടേനി. പിന്നെ ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ സ്റ്റാമ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കുക, അടിയിലോ സൈഡിലായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുക. ഇത് ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ 2 സെറ്റ് ആയിട്ട് കിട്ടും. അധികം പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. ജേണൽ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതേ ലാസ്റ്റ് പേജിന്റെ തൊട്ട മുന്നത്തെ പേജിലായിട്ട് ഞാൻ ഇതേപോലെ ഡിയർ ജേണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ലെറ്റർ ഒക്കെ എൻവലപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ആ ഒരു ലെറ്റർ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി ഈ ഒരു ജേണലിലെ ലാസ്റ്റ് പേജ് ഞാൻ മലയാളത്തിലെ ഒരു കോട്ട് പോലെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് സ്റ്റിക്കറൊക്കെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. കുറേ ആൾക്കാർക്കുള്ള സംശയമാണ്, ജേണൽ ചെയ്യുമ്പം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ, മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് നമ്മളെ കംഫർട്ട് ആയിട്ടുള്ള ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും എഴുതാട്ടോ, നമുക്ക് വായിക്കാനുള്ളതാണല്ലോ. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ജേണൽ ബുക്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ എങ്കിലും ഒരു ബുക്ക് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഇത് മാത്രമല്ല, ഇത് കുറേയൊക്കെ ഒരു പിൻട്രസ്റ്റ് ആസ്തെറ്റിക് തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് പേഴ്സണലി കുറേ കാര്യങ്ങളൊക്കെ എഴുതി ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഐഡിയാസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഇത് എനിക്ക് ആശന പെൻപാലിൽ സെൻഡ് ചെയ്ത് തന്നതേന് കേട്ടോ. ഇതൊക്കെ പക്കാ നല്ല പിൻട്രസ്റ്റി ലുക്ക് ആയിട്ടുണ്ട്. എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ ഇതിന് മുന്നേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ജേണലാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജേണൽ ഫ്ലിപ്പ് ത്രൂ ആയിട്ട് നമ്മൾ വേറെ തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.